ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ആദ്യമേ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് ഞാൻ നോക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, അതൊക്കെയാണ് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയോട് എന്തായാലും ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. അവർ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും അവർ തമ്മിലൊരു സെപ്പറേറ്റഡ് ആണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഈഗോ ക്ലാഷ് ആയിരിക്കാം അവരുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി കാരണമായിരിക്കാം ഈ ഒരു പേഴ്സണ് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. തേർഡ് പാർട്ടിയുമില്ല, നിങ്ങളും കൂടെ ഇല്ലാത്ത ഒരവസ്ഥ. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം വിഷമം അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം എങ്ങനെ നികത്താൻ പറ്റും എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അതിനുള്ള പല വഴികൾ ഈ ഒരു പേഴ്സൺ തേടുന്നുണ്ടായിരിക്കാം. അല്ലെ ബാക്കിയും കൂടെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്താൽ, അതായത് ആ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായ സമയത്ത് ഉള്ളതുകൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ ആ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു സാമ്പത്തിക നഷ്ടം നികത്താനായിട്ട് ഈ ഒരു വ്യക്തി പല ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു വ്യക്തി പുതിയ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വഴികൾ തിരയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത വേണ്ടപ്പെട്ട സുഹൃത്തിനോട് സഹായം ചോദിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഒരുപാട് സീക്രട്ട് കീപ്പ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അന്ന് നിങ്ങളുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും ആ ഒരു വ്യക്തി കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ പോയ സമയത്ത് ആ ഒരു വ്യക്തി ജീവിതം എന്താണെന്നുള്ളത് ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. കാരണം ആ ഒരു വ്യക്തി പോയ സാഹചര്യം ആ ഒരു വ്യക്തിക്ക് വേദനയുണ്ടാക്കി, ആ ഒരു വ്യക്തിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി, നിങ്ങളെന്നുള്ള വ്യക്തിയെ നഷ്ടപ്പെട്ടു എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ഹീലിംഗ് നടക്കുകയാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തി ഹീൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ട്. നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കും തേർഡ് പാർട്ടിയോട് ഈ ഒരു വ്യക്തിക്ക് യാതൊരു ഫീലിങ്സും ഉള്ളതായിട്ട് കാണുന്നില്ല. ഈ തേർഡ് പാർട്ടി ഒരുപാട് മുറിവുകൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡിയല്ല. കാരണം ഒരുപാട് മുറിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി പുതിയൊരാളായി മാറാൻ വേണ്ടിയിട്ട് ആ ഒരു സോളിനെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഇനി നിങ്ങളുടെ അടുത്ത് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരവസ്ഥ. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്
ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നാളത്തെ പരിചയമുണ്ടായിരിക്കാം. ഒരുപാട് സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഈ തേർഡ് പാർട്ടി കാരണം ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിലാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരേ വർക്ക് പ്ലേസിലുള്ള ആളുകളായിരിക്കാം. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടിയോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ നെയ്തു കൂട്ടിയ ആ ഒരു സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു പോയൊരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ടവർ കാർഡ് കിട്ടിയത്. എന്തായാലും ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിലില്ല. പക്ഷേ ആ ഒരു വ്യക്തി പോയ സാഹചര്യം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ലോസ് വരുത്തി എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഡെത്തായ ഒരു അവസ്ഥയാണ്. അതായത് ഓൾറെഡി ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എൻഡായിപ്പോയി. ഇനി അത് എന്തായാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുകയില്ല. എന്തായാലും ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ കാലചക്രം, അതായത് ആ ഒരു വ്യക്തി ഇത്രയും നാൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്നതുമെല്ലാം ആ ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇത്രയും നാളൊരു കർമ്മയിലൂടെ ആയിരിക്കാം കടന്നു പോയത്. അത് ഓൾറെഡി എൻഡായിട്ടുണ്ട്. ആ ഒരു കർമ്മ ഓൾറെഡി എൻഡായതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നത്. ഡെത്ത് കാർഡ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ആ ഒരു കർമ്മ ഓൾറെഡി എൻഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിനോടകം തന്നെ ഈ ഒരു കർമ്മ, അതായത് ഈ ഒരു സൈക്കിൾ അവസാനിച്ച സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്. ജീവിതം എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു നിങ്ങളുടെ പേഴ്സൺ. അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബോട്ടം എനർജി വീൽ ഓഫ് ഫോർച്യൂണാണ്. അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിനോടുള്ള പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്. അതുതന്നെയാണ് നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്ന ഫസ്റ്റ് കാർഡ്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം എന്തെന്നാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ഭയം വളരെയധികം ആ ഒരു വ്യക്തിയെ അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ ഒരു വ്യക്തി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമായതിൽ ഉള്ള ഒരു കുറ്റബോധമുണ്ട്. വല്ലാത്ത ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ് ഈ ഒരു പേഴ്സണുള്ളത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ ആരോടെങ്കിലും അന്വേഷിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. എന്തായാലും നിങ്ങളെക്കുറിച്ച് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ ഒരു പേഴ്സൺ. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എല്ലാം തകർന്നടിഞ്ഞൊരു സിറ്റുവേഷനാണ്. നിങ്ങളെന്നുള്ള വ്യക്തി കൂടി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ ഇല്ലാതാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി 100% ജെനുവിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്. കാരണം ആ ഒരു വ്യക്തി പോയ സാഹചര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വ്യക്തിയെ പുതിയ ഒരാളാക്കി മാറ്റി എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും. അതായത് ലോങ് ടേമിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. എന്തായാലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലുണ്ട്. അല്ല, നിങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു വ്യക്തി കളക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മിക്കവാറും ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആ ഒരു വ്യക്തി അത്രയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. നമുക്ക് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിരുന്നു. ആ ഒരു വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ ഒരു വ്യക്തി തനിച്ചാണ്, ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ.
ആ ഒരു വ്യക്തിയെ താങ്ങിനും തണലിനും ആരും സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരുമില്ലാത്ത ഒരവസ്ഥ. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരുപാട് ദേഷ്യമുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു പേഴ്സൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് നിങ്ങളെ മറന്നായിരിക്കാം ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. എന്തായാലും അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കാരണം നിങ്ങൾ എത്ര മാത്രം സ്നേഹമുള്ളവരായിരുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അല്ല, ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, സ്ട്രോങ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിനോടൊക്കെ തന്നെ സെൽഫ് ലവിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകുന്നില്ലായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതായത് റീയൂണിയൻ നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഈ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുക്കമല്ല. അത് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെ ഒരാളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം വർക്കാവുന്നുണ്ട്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഒരുപാട് വാല്യുബിളായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന അവരുടെ കമ്മിറ്റ്മെൻ്റാണ്. കാരണം നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല. ഈ ഒരു റീഡിങ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു സ്പിരിച്വൽ യൂണിയനാണ് ആഗ്രഹിക്കുന്നത്. അതായത് റീയൂണിയൻ. ആ ഒരു വ്യക്തിയുടെ ഹൃദയം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങണമെന്നാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതായത് പഴയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം. അതായത് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. ആ ഒരു സോൾമേറ്റിനെ വിട്ടിട്ട് എങ്ങനെ ആ ഒരു പേഴ്സണ് പോകാനായിട്ട് കഴിയും? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ അവരുടെ സ്നേഹം നിങ്ങളുടെ അരിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സ്നേഹം കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളുടെ ആ ഒരു റീഡിങ്ങിൻ്റെ ബോട്ടം എനർജി ദി ഫൂൾ കാർഡാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അതായത് വേറൊരു ചേഞ്ച് വരുത്താനായിട്ട്, പുതിയൊരു ചേഞ്ച് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഓൾറെഡി വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ഡെത്ത് കാർഡാണ് കിട്ടിയത്. അതായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്, ഇത് അവസാനിപ്പിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനാണ്. എന്തായാലും നിങ്ങളോട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് സ്നേഹമുള്ളത്. എന്തായാലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് എന്താണെന്നും കൂടെ നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാനുള്ളത്? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എനിക്കറിയാം നീ ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. നീ ഒരുപാട് നിൻ്റെ സമയവും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഞാൻ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എനിക്ക് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ഇതിനോടകം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിന്നെ മറന്നാണ് ഞാൻ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അന്ന് എനിക്ക് ആ ഒരു തേർഡ് പാർട്ടിയിലായിരുന്നു സന്തോഷമുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു
എൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ ഈ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നു. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൻ്റെ അരികിലേക്ക് വരാനായിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കൺഫ്യൂഷനുണ്ട്. എനിക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് ഭയമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ്. ഞാനിപ്പോൾ തനിച്ചാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് നിന്നെപ്പറ്റി ഇരുന്ന് ചിന്തിക്കുകയാണ്. എനിക്ക് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ഞാൻ വളരെയധികം സങ്കടത്തിലാണ്. ഞാൻ വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. എനിക്ക് നിന്നെപ്പറ്റി ഓർക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദനയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ വിട്ടുകളയാനായിട്ട് ഞാൻ ഒരുക്കമല്ല. ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിന്നെ വിട്ട് ഞാൻ പോവുകയുമില്ല. അതാണ് നിങ്ങളുടെ പേഴ്സണൽ സോൾ മെസ്സേജ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കേണ്ടവരല്ല. നിങ്ങൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുക. നമുക്ക് നെക്സ്റ്റ് കാർഡും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് പാസ്റ്റിൻ്റെ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ നടന്ന് നീങ്ങുക ഫ്യൂച്ചറിലേക്ക്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹീലിംഗ് ഉണ്ടാവുകയുള്ളൂ, ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ചാപ്റ്റർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കുണ്ടായ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങളത് മറന്നു കളയുക. നിങ്ങൾ ലൈഫിൻ്റെ പുതിയ ചാപ്റ്ററിൽ വിശ്വസിക്കുക. നിങ്ങൾ ഫ്യൂച്ചറിലേക്കാണ് പോകേണ്ടത് പാസ്റ്റിൽ നിന്ന്. നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ ഈ ഒരു സമയം കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ, അതായത് ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക. അതായത് ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾ വളരെ ക്ഷമയുള്ളവരായിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ പുതിയ ചാപ്റ്റർ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ക്ലൂസ് കൂടി നോക്കാം. 1976 30 ടുഡേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, തിരുവാതിര നക്ഷത്രം, ഒക്ടോബർ, നമ്പർ 12 6 2038, 2 months, നമ്പർ 13, ആലപ്പുഴ, സെൻസിറ്റീവ് വിത്തിൻ 48 hours, ടുമോറോ, 1982 1990, കോഴിക്കോട്, ഷാർജ, നമ്പർ 7, നമ്പർ 2, 1980, കളേർഡ് ഹെയർ, ലെറ്റർ M, അബ്രോഡ്, വൃശ്ചികം, 2023, നവംബർ 64, ഡിസംബർ 39, ലെറ്റർ J, മുംബൈ, നമ്പർ 5, അക്കൗണ്ടൻറ്റ്, കുവൈറ്റ്, 2019, തേഴ്സ്ഡേ, 2 weeks, ആയില്യം, 57, ലെറ്റർ U, 43, 47, രോഹിണി നക്ഷത്രം, ഡൽഹി, നമ്പർ 50, 1978, യെസ് പോസിബിൾ, സെൻസിറ്റീവ്, പൂരാട നക്ഷത്രം, നമ്പർ 33, വിത്തിൻ 72 hours, ഉത്രട്ടാതി നക്ഷത്രം, ഓഗസ്റ്റ്, മെയ്, 1997,
മൈസൂർ ജൂൺ. ചിത്തിര നക്ഷത്രം 35/3/25. യു ക്യാൻ ട്രസ്റ്റ് 1974. ഉത്രാട നക്ഷത്രം 48. അബുദാബി ഷോർട്ട് ഹെയർ.